ടെക്നോയുടെ ടെക്നോ സ്പാർക്ക് 8 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ സ്പാർക്ക് 8 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ടെക്നോ സ്പാർക്ക് 8 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം 8000 രൂപ പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോണുകളിലും HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഈ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതും കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് എന്നൊരു ഫീച്ചറും നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ ഈ ഫോണിൽ 120 ഹെർട്സിൻ്റെ ടച്ച് റെസ്പോൺസ് റേറ്റ് ആണ് വരുന്നത്. ഏകദേശം 88.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 നിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. പിന്നെ ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.2 mm ആണ്. ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൂ, സിയാൻ, അതുപോലെ തന്നെ പർപ്പിളും. പ്രൊസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ A25 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. 8000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രൊസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രൊസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 പോലുള്ള പ്രൊസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി കൂടിയൊരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നല്ല പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊസസ്സർ അത്ര പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഫോണിൽ 2 GB റാമാണ് കൊടുത്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ 2 GB റാമിൻ്റെ കൂടെ 16 GB ഇൻറ്റേർണലോ അല്ലെങ്കിൽ 32 GB ഇൻറ്റേർണലോ ആണ് ഉണ്ടാവാറ്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല. ഈ ഒരു 2 GB റാമിൻ്റെ കൂടെ 64 GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മെമ്മറി കൂടുതൽ വേണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫോൺ അവരിറക്കിയിട്ടുണ്ടാവുക. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. 256 GB ഇൻറ്റേർണൽ വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ eMMC 5.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നുണ്ട്. ഇതിൽ DTX സ്റ്റീരിയോ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 3.5 mm ഓഡിയോ ജാക്കും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ഗോ എഡിഷൻ ബേസ് ചെയ്തിട്ടുള്ള HELIO സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ പ്രൊസസ്സർ അത്രയും പവർഫുൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ലൈറ്റ് വെർഷനാണ് സാധാരണ കൊടുക്കാറ്. അങ്ങനെയുള്ള ഒരു ലൈറ്റ് വെർഷനാണ് ഈ ഒരു ഗോ എഡിഷൻ. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ ഒരു AI ലെൻസും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് കംപ്ലൈൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോണിലുള്ള നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ മൈക്രോ USB ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 7999 രൂപയാണ്. സെപ്റ്റംബർ 15 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഫോണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.